ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോഡിംഗ് ലോകം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് നമ്മൾ ബേസിക്കായിട്ട് 2 API അല്ലെങ്കിൽ 2 HTTP മെത്തേഡോ സിംഗിൾ API അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു സിംഗിൾ എൻ പോയിന്റ് യൂസ് ചെയ്തിട്ട് ഗെറ്റും പോസ്റ്റും HTTP മെത്തേഡിൽ നമ്മൾ API എഴുതി. അപ്പോൾ ഗെറ്റ് യൂസ് ചെയ്താൽ യു ആർ വേറെ ലെവൽ. ആ സാധനവും പോസ്റ്റിൽ ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ ആ ഡാറ്റയും പോസ്റ്റ് ഡാറ്റ റിസീവ്ഡ് എന്നുള്ള സിമ്പിളായിട്ടുള്ള 2 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ പ്രിൻ്റ് ആവുന്ന ഉദ്ദേശം ഈ ഡാറ്റ നമുക്ക് വീണ്ടും ഇതിലെന്തെങ്കിലും കാൽക്കുലേഷൻ റൺ ചെയ്തിട്ട് നമുക്ക് അത് ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ റിട്ടേൺ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പോസ്റ്റ്. ഓക്കെ, സോ ഈ 2 കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ്മാൻ എന്താണ്? പോസ്റ്റ്മാൻ ജസ്റ്റ് ഒരു API ഡോക്യുമെൻറ്റേഷൻ പ്ലാറ്റ്ഫോമാണ്, ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ പോസ്റ്റ്മാൻ യൂസ് ചെയ്ത് പോസ്റ്റ്മാനാണ് നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും, സാധാരണ അല്ല, ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ പോസ്റ്റ്മാനാണ് കോമൺലി പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്ത് പോരുന്ന ഒരു അപ്ലിക്കേഷൻ. പോസ്റ്റ്മാൻ അല്ലാത്ത വേറെ കുറേ പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതും യൂസ് ചെയ്യാം, അത് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല. പോസ്റ്റ്മാൻ ആണ് എല്ലാവരും സാധാരണ പണ്ട് മുതലേ അറിയപ്പെടുന്ന ഒരു അപ്ലിക്കേഷൻ. അപ്പോൾ പോസ്റ്റ്മാന് പകരമായിട്ട് വേറെ കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് VS കോഡിൽ തന്നെ അത് ചെയ്യാനൊക്കെ ഉള്ള ഒരു എക്സ്റ്റൻഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പോസ്റ്റ്മാൻ യൂസ് ചെയ്യുന്നതിനുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെന്റേഷൻ വളരെ എളുപ്പമാണ്. പോസ്റ്റ്മാനിൽ തന്നെ ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്യാൻ, API ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പോസ്റ്റ്മാൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത്. postman.com എന്നുള്ള സൈറ്റിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് പോസ്റ്റ്മാൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇവിടെ ഇമേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലിനക്സിലേക്ക് ഈ ഒരു postman.com ഡൗൺലോഡ്സ് വന്നു കഴിഞ്ഞാൽ ലിനക്സിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇൻ്റർഫേസ്. അപ്പോൾ എന്താണ് പോസ്റ്റ്മാൻ? നമുക്ക് ഇതിൻ്റെ ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ പറ്റും. ബിൽഡ് ടെസ്റ്റ് APIs ടുഗദർ, എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡീബഗ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഡോക്യുമെന്റേഷൻ എല്ലാ കാര്യങ്ങളും പോസ്റ്റ്മാനുള്ള ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓവർ 20 മില്യൺ ഡെവലപ്പർ യൂസ് പോസ്റ്റ്മാൻ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കുറേ ഡെവലപ്പേഴ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. API ടൂൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, വർക്ക് സ്പേസ് ഗവേണൻസ്, എന്താ പറയുക, ഒരു ഫീച്ചർ റിച്ച് സാധനമാണ്. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് API ഡോക്യുമെന്റേഷൻ ചെയ്യാൻ പറ്റും. അതായത് ഞാനൊരു സൈൻ ചെയ്തു, ആ ഒരു സൈൻ ചെയ്ത് വേറെ ആളും സൈൻ ചെയ്തിട്ട് ആ 2 ആൾക്കാരും ഒരു ടീമിലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു API ഡോക്യുമെന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ 2 ആളേലും കിട്ടും. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ postman.com ഡൗൺലോഡ്സ് എന്നുള്ള ഇതിലേക്ക് വന്നു. ലിനക്സിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് അല്ല, അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. വിൻഡോസിൽ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇതിൽ ലിനക്സ് മാക് എന്നൊക്കെ പറഞ്ഞിട്ട് ലിനക്സിൽ എങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. നമ്മളിപ്പോൾ സ്നാപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. സ്നാപ്പാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. സ്നാപ്പ് പോസ്റ്റ്മാൻ. ഓക്കെ, സ്നാപ്പ് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കി പോസ്റ്റ്മാൻ അതിൽ അവൈലബിൾ ആണോ എന്ന്. ഓക്കെ, പോസ്റ്റ്മാൻ അവൈലബിൾ ആണ്. പിന്നെ എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ വെച്ച് ഈ പാക്കേജൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു SH സ്ക്രിപ്റ്റൊക്കെ കയറി ഇങ്ങനെയൊക്കെ പറഞ്ഞ് റൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ലിനക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്നാപ്പിൽ അവൈലബിൾ ആണ് പോസ്റ്റ്മാൻ. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുന്നു, ഡെസ്ക്ടോപ്പ് സ്റ്റോർ അല്ലെങ്കിൽ സ്യൂഡോ സ്നാപ്പ് ഇൻസ്റ്റാൾ പോസ്റ്റ്മാൻ. സ്നാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ പുതിയൊരു ടാബിൽ ഞാനത് ഓപ്പൺ ആക്കുന്നു. സ്യൂഡോ സ്നാപ്പ് ഇൻസ്റ്റാൾ പോസ്റ്റ്മാൻ എന്ന് കൊടുക്കുന്നു. പാസ്വേഡ് ഞാൻ കൊടുക്കുന്നു. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്നാപ്പ് വെച്ച് പോസ്റ്റ്മാൻ ഇൻസ്റ്റാൾ ആവും. സ്റ്റേബിളായിട്ടുള്ള ഈ 10 വേർഷനാണ് ഇൻസ്റ്റാൾ ആവുന്നത് തോന്നുന്നു. ഇനി ഇങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാട്ടോ, അതൊന്നും ഞാൻ പറയുന്നില്ല. സിമ്പിളായിട്ടുള്ള മെത്തേഡേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വിൻഡോസിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വിൻഡോസിലേക്ക് exe ഫയൽ കിട്ടും, ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പണ്ടൊക്കെ ഈ പോസ്റ്റ്മാൻ ഒരു എക്സ്റ്റൻഷൻ ക്രോമിലോ ഒക്കെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരുന്നു. ഇപ്പോൾ അത് മെല്ലെ ഡെപ്രിക്കേറ്റഡ് മീൻസ് ഒഴിവാക്കി തുടങ്ങി. സോ നമുക്ക് പോസ്റ്റ്മാൻ ഇൻസ്റ്റാൾഡ് ആയോ ഇല്ലേ എന്ന് നോക്കാം. അപ്പോൾ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മാൻ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം നമ്മൾ ആപ്ലിക്കേഷനിൽ. പോസ്റ്റ്മാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓപ്പൺ ആക്കുന്നു. പോസ്റ്റ്മാൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു സ്ലോ ഒക്കെ ഉണ്ടാവും. ഇതാണ് പോസ്റ്റ്മാൻ്റെ ഒരു പ്രശ്നം. വരാനൊക്കെ കുറച്ച് ടൈം എടുക്കും, പോകാൻ ശോകമാണ്. അപ്പോൾ അക്കൗണ്ട് ഉണ്ടാക്കാനൊക്കെ പറയുന്നത് സ്കിപ്പ് അടിക്കാൻ പറ്റുമോ? ഓക്കെ, ക്രിയേറ്റ് ഒരു അക്കൗണ്ട് സൈൻ ലേറ്റർ. നമുക്കിപ്പോൾ സ്കിപ്പ് അടിക്കുന്നു, അക്കൗണ്ട് ഇപ്പോൾ വേണ്ട. ഞാൻ ഓൾറെഡി അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. ലോഗിൻ ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് പോസ്റ്റ്മാൻ ഇൻ്റർഫേസ്. കളക്ഷൻസ്, API, എൻവയോൺമെൻറ്റ്, മോക്ക് സെർവർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കളക്ഷൻസ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പുതിയൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ന്യൂ കളക്ഷൻ. പ്ലീസ് സബ്സ്ക്രൈബ് API എന്ന് പറഞ്ഞിട്ട് ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഈ ടൈപ്പ് നോത്ത്
ഈ ഓതൻറ്റിക്കേഷൻ മെത്തേഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഓതൻറ്റിക്കേഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഏത് രീതിക്ക് ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ആ ഒരു റെസ്പോൺസ് വരുന്നത്, അല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഓതൻറ്റിക്കേഷൻ പറയുന്ന സമയത്ത് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട, വേരിയബിൾസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് എന്താണ് എന്നൊക്കെ പറയാം. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള കളക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫോൾഡറാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കേണ്ട. ഈ ഒരു കളക്ഷനകത്ത് നമുക്ക് റിക്വസ്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് റിക്വസ്റ്റ് കൊടുക്കുന്നു. ഫസ്റ്റ് ചെയ്യുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് ഗെറ്റിൻ്റെ ആ ഒരു സംഭവമല്ലേ ഗെറ്റ് മെത്തേഡ്, ഈ ഗെറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കളയുന്നു. സോ പ്ലീസ് സബ്സ്ക്രൈബ് ഈ ഒരു URL API പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, ഈ ഒരു പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള URL ഇങ്ങനെ ഈ ഒരു URL ആണ് ഇവിടെ വരിക. അപ്പോൾ ഗെറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, പാച്ച്, നമ്മൾ ഇതുവരെ പറഞ്ഞ മെത്തേഡ്സുകളൊക്കെ ഇതിലുണ്ട്. ഡിലീറ്റ്, കോപ്പി, ഹെഡ്, ഓപ്ഷൻസ്, ലിങ്ക്, അൺലിങ്ക്, നമ്മൾ പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് ഇത്രയും HTTP മെത്തേഡ്സുകളാണ്. ഓക്കെ, അപ്പോൾ അത് ഗെറ്റ് വെച്ചിട്ട് ഈ പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള എൻഡ് പോയിന്റ് റൺ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ സെൻഡ് കൊടുക്കുന്നു. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ റെസ്പോൺസ് ഉണ്ടാവും. വേറെ ലെവൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സേവ് അല്ലെങ്കിൽ Ctrl+S അടിച്ച് കഴിഞ്ഞാൽ സേവ് ആവും. സേവ് അടിച്ചു, Ctrl+S അടിച്ചപ്പോൾ സേവ് ആയി. ഈ ന്യൂ റിക്വസ്റ്റിൻ്റെ പേര് ഞാൻ മാറ്റുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് വേറെ ലെവൽ API. വേറെ ലെവൽ API ചുമ്മാ ഒരു പേര്, അത്രയേ ഉള്ളൂ. ഓക്കെ, വേറെ ലെവൽ API വന്നിട്ടുണ്ട്. ആ വേറെ ലെവൽ API സെൻഡ് അടിച്ച സമയത്ത് ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഇവിടെ കണ്ടോ, കമൻറ്റ്സ് ആഡ് ചെയ്യുക. ഈ ഒരു APIൻ്റെ കോഡ് എങ്ങനെ എടുക്കും, ഈ ഒരു API എങ്ങനെ പൈത്തണിലോ അല്ലെങ്കിൽ കേളോ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഈ കോഡ്സ് ഒക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക പോസ്റ്റ്മാനിൽ അവൈലബിൾ ആയിട്ട് വരും. കേൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു API എങ്ങനെ എൻഡ് പോയിന്റ് എങ്ങനെ റൺ ചെയ്യിക്കാം, അതാണിത്. ഇവിടെ ഇത്രയും കോഡ്സ് ഉണ്ട്, അതായത് ഇത്രയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് ഈ ഒരു API എങ്ങനെ കോൾ ചെയ്യാമെന്നുള്ള. അപ്പോൾ പൈത്തൺ റിക്വസ്റ്റ് വെച്ചിട്ട് ഈ ഒരു API എങ്ങനെ കോൾ ചെയ്യും, ഇതാ കണ്ടോ, ഇമ്പോർട്ട് റിക്വസ്റ്റ് എന്ന സാധനം ഇമ്പോർട്ട് ചെയ്ത് URL ഇതാണ്. പേലോഡ് ഹെഡർ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കോൾ ആവും. ഈ കോഡ് ഇവിടെ കാണാൻ പറ്റും. ഡോക്യുമെൻറ്റേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ റിക്വസ്റ്റിന് ഡിസ്ക്രിപ്ഷനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. മാർക്ക് ഡൗൺ ആയിട്ട് പ്രിവ്യൂ, ദിസ് ഈസ് ഇങ്ങനെയൊക്കെ പറയാം. ദിസ് ഈസ് എന്താ പറയുക, വേറെ ലെവൽ. ഇത് ചുമ്മാ ഒരു ഡമ്മിയാണ് കേട്ടോ. നിങ്ങൾ വേറെ ലെവൽ എന്നൊക്കെ വിചാരിച്ച് ഞാനൊരു ടെക്സ്റ്റ് ഇട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ റിയൽ കേസ് സിനാരിയോ വരുന്ന സമയത്ത് ഇതൊക്കെ മാറും. വേറെ ലെവലൊന്നും എഴുതാൻ അങ്ങനെയൊന്നും ആരും എഴുതൂല. അപ്പോൾ വേറെ ലെവൽ API എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. സേവ് അടിച്ചു കഴിഞ്ഞാൽ അത് ഡോക്യുമെൻ്റ് ആയിട്ട് വരും. ഇത് ഡോക്യുമെൻറ്റഡ് ആയിരുന്നു. ഇനി വ്യൂ കംപ്ലീറ്റഡ് കളക്ഷൻ ഡോക്യുമെൻറ്റേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ ഒന്ന് കാണാൻ, ഫുള്ളായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ കാണാൻ പറ്റും. ഓക്കെ, ഓൺലൈനിൽ ഓപ്പൺ ആക്കാനൊക്കെ പറ്റും നമുക്ക്. ഓക്കെ, അത് പിന്നെ നമുക്ക് അതിലേക്ക് വരാം. ഇനി ഇതൊരു ഫോൾഡറിനകത്തേക്ക് ആക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതിനെ ആഡ് ഫോൾഡർ കൊടുക്കുന്നു. ഇവിടെ ടെസ്റ്റ് എന്നോ എന്തെങ്കിലും ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടല്ല നമ്മളിത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് മാറ്റുന്നു. ടെസ്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ട് APIs ആണ് ഇത്. ഇതിലൊരു ഗെറ്റ്. ഈ റെസ്പോൺസ് നമുക്ക് സേവ് ചെയ്യണം. അതായത് ഇതാണ് റെസ്പോൺസ് ആയിട്ട് വരിക എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ ആർക്കെങ്കിലും ഡോക്യുമെൻറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു എക്സാമ്പിൾ അതിൽ കാണും. ഓക്കെ, വേറെ ലെവൽ API ഇതൊരു റെസ്പോൺസ് ആണ്. വേറെ ലെവൽ API ഫോർ എക്സാമ്പിൾ സക്സസ് ആവുന്ന സമയത്ത് ഈ ഒരു സക്സസ് 200 ആണ് APIൻ്റെ സ്റ്റാറ്റസ് ആണ്, സ്റ്റാറ്റസ് കോഡ്. അപ്പോൾ സക്സസ് 200 ആവുന്ന സമയത്ത് ഈ ഒരു റെസ്പോൺസ് ആണ് വരിക. ഇനി ഫെയിൽ ആവുന്ന സമയത്ത് അപ്പോൾ വേറൊരു റെസ്പോൺസ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കേസ് ഫെയിൽ ആവുന്നൊരു സംഭവം വരില്ല. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ അടിക്കുക, നമുക്ക് റിട്ടേൺ സ്റ്റാറ്റസ് കോഡ് 400 അല്ലെങ്കിൽ 500 ഒക്കെ. 500 ഇന്റേണൽ സെർവർ, അങ്ങനെ സെർവറൊക്കെ വരുന്ന സമയത്ത് എന്തായിരിക്കും റെസ്പോൺസ്, ഏത് രീതിക്കായിരിക്കും അതിന് കീ കാര്യങ്ങൾ വരിക, അതിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ് ഇവിടെ. വീണ്ടും നമുക്ക് എക്സാമ്പിൾ ആഡ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് ഇതിനെ ആഡ് ചെയ്യാം. വീണ്ടും ഇതിൻ്റെ സേവ് റെസ്പോൺസ് കൊടുത്താൽ ആ ഒരു എക്സാമ്പിൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒരു ഫ്രണ്ട് എൻഡ് സൈറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഈ എക്സാമ്പിൾ നോക്കിയിട്ടായിരിക്കും ചെയ്യാൻ പോവുക. ഓക്കെ, ഫ്രണ്ട് എൻഡ്കാർ അല്ലെങ്കിൽ നമ്മൾ ഫ്ലട്ടറോ അല്ലെങ്കിൽ റിയാക്ട്.js ഒക്കെ വെച്ചിട്ട് ഈ API കോൾ ചെയ്യുന്ന സമയത്ത് അവർ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ നോക്കിയിട്ടായിരിക്കും, ഈ എക്സാമ്പിളൊക്കെ നോക്കിയിട്ടായിരിക്കും API കോൾ ചെയ്യുക. അപ്പോൾ അതാണ് ഈ പോസ്റ്റ്മാൻ കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ലോക്കലി ആണ്, വർക്ക് സ്പേസ് അല്ല, അതുകൊണ്ടാണ് ഡോക്യുമെൻറ്റേഷൻ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റാത്തത്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അവൈലബിൾ ആവും. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത API ആഡ് ചെയ്യുന്നു. ഗെറ്റ് പോസ്റ്റ് ആക്കി മാറ്റുന്നു. സെയിം സാധനം പോസ്റ്റ്. ഇതിൽ പാരാമീറ്റേഴ്സ് ഇങ്ങനെ പാസ് ചെയ്യാം. ഓതറൈസേഷൻ, ഹെഡേഴ്സ്, ബോഡി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ബോഡി സെലക്ട് ചെയ്യുന്നു. നണ്ണ് ഫോം ഡാറ്റ നേരത്തെ കാണിച്ചില്ലേ, ഇവിടെ കാണിച്ച സെയിം സാധനങ്ങളൊക്കെ വരുന്നുണ്ട് എന്നർത്ഥം. അതൊക്കെ ഇവിടെയും കാണുന്നുണ്ട്. ഇത്രേ ഉള്ളൂ.
ഇതിൽ റോ ബൈനറി ഗ്രാഫ് അപ്പോൾ നമ്മൾ റോ ചൂസ് ചെയ്യുന്നു. ഇതിൽ ജേസൺ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, അപ്പോൾ റോ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഈ റോ ചൂസ് ചെയ്ത സമയത്ത് ഏത് ടൈപ്പ് ഡാറ്റയാണ്, ടെക്സ്റ്റ്, ജാവാസ്ക്രിപ്റ്റ്, ജേസൺ, HTML, XML ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജേസൺ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും ഓപ്ഷൻസ് ആണ് ഉണ്ട്, മറ്റവിടെ അത്ര ഓപ്ഷൻ ഇല്ല, മനസ്സിലായോ? ജേസൺ ചൂസ് ചെയ്തു. ജേസൺ ചൂസ് ചെയ്തിട്ട് ജേസൺ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് ഇവിടെ ഈ ഒരു ബോക്സിൽ നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത സെയിം സാധനം തന്നെ എടുക്കുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സ്മിത്ത് എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെടുത്തുന്നു, ഫുൾ ഡാറ്റ വേണമെങ്കിൽ എടുക്കട്ടോ. ഓക്കെ, ഇവിടെ കോമൺ ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. ഇതാണ് ഒരു ജേസൺ ഒരു സ്ട്രക്ചർ. ഈ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം യൂസ് ചെയ്തിട്ട് ഈ ഒരു പോസ്റ്റ് കോൾ ചെയ്യാണ്. കോൾ ചെയ്തു പോസ്റ്റ് ഡാറ്റ പ്രോസസ്സർ. നമ്മൾ ഇതിൻ്റെ അകത്ത് അത് വരും ചെയ്യും. ഇതിനകത്ത് ഉണ്ടോ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം, ഡാറ്റ റിസീവ്ഡ് പ്രിൻ്റായി, പോസ്റ്റ് ഡാറ്റ പ്രോസസ്സഡ്. ഓക്കെ, മനസ്സിലായോ? എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ആഡ് ചെയ്യാം, എക്സ്ട്രാ ജേസൺ ആക്കി ആഡ് ചെയ്യാം. അപ്പോൾ എക്സ്ട്രാൻ്റെ അകത്ത് നമുക്ക് വീണ്ടും ഒരു ജേസൺ എന്താ പറയുക, ഒരു ലിസ്റ്റ് ഓഫ് ഡാറ്റ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട്. മെസ്സേജ് എന്തെങ്കിലുമൊക്കെ, ഇതൊരു ഒന്നുമില്ല, നിങ്ങൾ വലിയ സംഭവിക്കാണ്ട് ഒരു ഡാറ്റയാണ് ആ ഒരു ജേസൺ ഡാറ്റ. അപ്പോൾ വേറെ ലെവലോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. പ്ലീസ് സബ്സ്ക്രൈബ് എന്നോ, ഫോർ എക്സാമ്പിൾ പ്ലീസ് സബ്സ്ക്രൈബ് ആഡ് ചെയ്തു, കുറച്ച് വേറെയും പുള്ളിക്കൊക്കെ ഇട്ടു, സെൻഡ് കൊടുത്തു, സാധനം അവിടെ വന്നു. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഡാറ്റ അവിടെ റിസീവ്ഡ് ആയി. ഇനി ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് ഈ വ്യൂവിൽ എന്ത് നമുക്ക് ചെയ്യാം? ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യാം? അപ്പോൾ ഇതാണ് സംഭവം. പോസ്റ്റ്മാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ റൺ ചെയ്യും എന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഇനി ഈ ഡാറ്റ സേവ് ചെയ്യും. ഈ ഒരു റെസ്പോൺസ് നമുക്ക് ഈ പോസ്റ്റായിട്ട് ഇവിടെ വരും. ഇവിടെ എന്താ റീപ്ലേസ് ആയത് എന്ത് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം ഗെറ്റാണ് നമ്മൾ യൂസ് ചെയ്തത്, അതിലാണ് സേവ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത്. അങ്ങനെ ചെയ്തുകൊണ്ടുകൂടി ആ ഗെറ്റ് അങ്ങോട്ട് റീപ്ലേസ് ആയി പോസ്റ്റായി മാറി. ഓക്കെ, അതാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ Ctrl Z അടിക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഗെറ്റ് പോലെ തന്നെ. ഓക്കെ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. Ctrl Z അടിച്ചു, നേരെ മാറ്റി പോസ്റ്റാക്കി, സേവ് അടിച്ചു. ഓക്കെ, ഇത് ഗെറ്റ് തന്നെ കേട്ടോ. ഇപ്പോൾ സെൻഡ് അടിച്ചു, വേറെ ലെവൽ. ഇനി ഇതേപോലെ തന്നെ ഒരു പ്ലസ് കൊടുക്കുന്നു, ആഡ് റിക്വസ്റ്റ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് പോസ്റ്റ് എന്ന പേരിൽ ഒരു റിക്വസ്റ്റ് ഞാൻ ഗെറ്റ് പോസ്റ്റാക്കി ആഡ് ചെയ്യുന്നു. ബോഡി റോ ജേസൺ, ഒരു മെസ്സേജ്. അവിടുത്തെ ഫുൾ ഡാറ്റ നമുക്ക് എടുക്കാം. അതാണ് ഒന്നുകൂടെ കാണാൻ ഭംഗി എന്നുകൊണ്ട് മാത്രം. അപ്പോൾ ഫുൾ ഡാറ്റ എടുത്തു, ഇത്രയും ഡാറ്റ കൊടുത്തു, സെൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റ് URL എംപ്റ്റി. അപ്പോൾ ഈ റിക്വസ്റ്റ് URL ആഡ് ചെയ്യണം. സെയിം URL തന്നെ ആയതുകൊണ്ട് ഇത് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, സേവ് അടിക്കുന്നു, സെൻഡ് കൊടുക്കുന്നു. അപ്പോൾ പോസ്റ്റ് ഡാറ്റ റിസീവ്ഡ്. ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഡാറ്റ സേവ് റെസ്പോൺസ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഈ ടെസ്റ്റ് പോസ്റ്റിൻ്റെ സക്സസ് 200 ഇതൊക്കെ നമുക്ക് എന്തും കൊടുക്കട്ടോ. അതൊന്നും ഒരു ഫോർമാറ്റിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് സക്സസ് 200 എന്നൊക്കെ നമ്മൾ ആഡ് ചെയ്ത്. അല്ലെങ്കിൽ 200 സക്സസ് എന്നൊക്കെ സക്സസ് ഓക്കെ എന്നോ എന്തെങ്കിലുമൊക്കെ ചെയ്തു, ഒരു പേര് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ കൊടുത്ത ഡാറ്റ വന്നു. ഓക്കെ, ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഈ സംഭവം എല്ലായിടത്തും സെയിം ആണ്. ഓക്കെ, ഇനി നമ്മൾ പോയിട്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രൊഡക്ഷനിലോട്ട് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ സൈറ്റ് സെർവറിലോട്ട് ഇട്ടാണ്. അപ്പോൾ ഈ ലോക്കൽ ലോസ് ഇങ്ങനെ സേവ് ചെയ്തതുകൊണ്ട് നമ്മുടെ എല്ലാ API അകത്തും നമ്മൾ പോയിട്ട് ലോക്കൽ ലോസ് മാറ്റാൻ നിൽക്കണം. അതൊരു മണ്ടത്തരാണ്. കാരണം ഒരു 100 API ഉണ്ട് വിചാരിക്കും, 100 ഇതിലും പോയിട്ട് എൻഡ് പോയിട്ട് പോസ്റ്റ്മാനിൽ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും പോയി മാറ്റണം. അപ്പോൾ അത് ഒഴിവാക്കാൻ അതെങ്ങനെ ഒഴിവാക്കും? ഈ ഒരു സംഭവമല്ലേ ഈ ലോക്കൽ ലോസ്റ്റ് 800, ഇത് നമുക്കൊരു വേരിയബിളിൽ ഇട്ട് വെക്കാൻ പറ്റും. കോഡ് ചെയ്യുന്ന അതേപോലെ തന്നെ ഈ പോസ്റ്റ്മാനിൽ അത് ചെയ്യാം. എങ്ങനെ ചെയ്യും? ഈ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ വേരിയബിൾസ് എന്നുള്ള ഓപ്ഷൻ. ഈ പ്ലീസ് സബ്സ്ക്രൈബ് എന്നുള്ള കളക്ഷൻ ക്ലിക്ക് ചെയ്ത് വേരിയബിൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ബേസ് URL എന്നൊരു വേരിയബിളിൻ്റെ പേര് ആഡ് ചെയ്തു. ഇനീഷ്യൽ വാല്യൂ, കറണ്ട് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വാല്യൂവിൽ ഇങ്ങനെ കൊടുത്തു. ഇപ്പോൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ കറണ്ട് വാല്യൂ ആണ് ഈ ഒരു വേരിയബിളിൻ്റെ. ഇനി ബേസ് URL നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ അതെങ്ങനെ കാണിക്കാം. ഇവിടെ ബേസ് URL നമുക്ക് യൂസ് ചെയ്യാം. ബേസ് URL രണ്ട് ഇതുണ്ടോ? ഓക്കെ, ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ 2 കേളി ബ്രാക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. സേവ് അടിച്ചു, ഇങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ യെസ് 2 കേളി ബ്രാക്കറ്റ് ഉണ്ട്. ഇനീഷ്യലി ഇപ്പോൾ ഇതാണ്, കറണ്ട് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേരിയബിൾസ്. ഈ വേരിയബിൾസ് നമുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാറ്റാനൊക്കെ പറ്റും. ഈ ടെസ്റ്റിലൊക്കെ റൺ ചെയ്യാം. അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ബേസ് URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കാണാൻ പറ്റും. ബേസ് URL സെറ്റ് ചെയ്തു, സെൻഡ് അടിച്ചു, കണ്ടോ? ഇപ്പോൾ ബേസ് URLൻ്റെ വാല്യൂ ഈ ലോക്കൽ ലോസ്റ്റ് എന്നുള്ള പേരാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് നേരെ മറിച്ച് ഇനി പ്രൊഡക്ഷനിലോട്ട് ഇത് പോവുകയാണ്. ആ സമയത്ത് ഇതിൻ്റെ URL മാറ്റാൻ നിൽക്കണ്ട. പകരം ഇവിടെ വന്നിട്ട് ഈ ഇനീഷ്യൽ വാല്യൂ അല്ലെങ്കിൽ കറണ്ട് വാല്യൂ മാറ്റി കഴിഞ്ഞ് സേവ് അടിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും മാറും. അത്രേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായില്ലേ? ഇനി ഇവിടെയും മാറ്റുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ APIസിലും ബേസ് URL എന്നുള്ള പേരായിരിക്കും യൂസ് ചെയ്യാം. സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഇവിടെ ഈ ഒരു ഇതിൽ നമ്മൾ മാറ്റാത്തതുകൊണ്ട് വന്നില്ല. ഇനിയിപ്പോൾ ഇത് മാറ്റാൻ പോകുന്നില്ല. അത്ര വിചാരിച്ചാൽ മതി.
ഇനി ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ കോഡ് നോക്കുന്ന സമയത്തൊക്കെ പഴയ പോലെ തന്നെയാണ്. അപ്പോൾ ബേസ് യു ആർ എൽ എന്നൊന്നും വന്നിട്ടില്ല, യു ആർ എൽ തന്നെ വന്നിട്ടുണ്ടോ. അതാണ് ഇതിൻ്റെ പവർ. അപ്പോൾ ഈ ഒരു സംഭവം ഡോക്യുമെൻ്റ് ആക്കി വെക്കാൻ ഏതൊക്കെ APIs അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ പോസ്റ്റ്മാൻ യൂസ് ചെയ്ത്. ഇതിന് പകരം പോസ്റ്റ്മാൻ പോലെ പലതുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അത് ഓരോന്നായിട്ട് ഞാൻ വിശദീകരിച്ച് പറയണമെന്നില്ല. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന, ഇത്രയും ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ, ഇത്രയും കുഴപ്പമില്ലാത്തൊരു ആപ്ലിക്കേഷൻ ആണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഫോൾഡറൊക്കെ ആക്കി ഒരു എന്താ പറയുക, ക്രിയേറ്റ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഒരു ഫോൾഡറിനകത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ കുറേ APIs ഉണ്ടാവും. അപ്പോൾ ഈ APIsൻ്റെ എല്ലാ ലിസ്റ്റും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ നമുക്ക് ഇത് വെച്ച് മാനേജ് ചെയ്യാം. ടീമൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് അവൈലബിൾ ആകുന്ന പോലെയൊക്കെ ആക്കാം. ഓക്കെ, അതാണ് പോസ്റ്റ്മാൻ. അപ്പോൾ ഈ എപ്പിസോഡ് പോസ്റ്റ്മാനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ കുറിച്ച് വലിയ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കേണ്ടത്. കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റായിട്ട് ആഡ് ചെയ്താൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡിനെ ഇവിടെ വിരാമം കുറിക്കുന്നു.